بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده الحق المبين، وأشهد أن نبينا محمدا عبده ورسوله سيد الأنبياء والمرسلين وإمام المتقين، صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, അൽ-അർബഈൻ നബവിയിലെ 29ാമത്തെ ഹദീസാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ ഹദീസിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടിയാണ് ഈ ഹദീസ്. അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ-ജന്ന വയുബാഇദുനി മിനൻ-നാർ. അല്ലാഹുവിന്റെ റസൂലേ, എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് സഅൽത അദീമ. നീ ചോദിച്ചത് വലിയ ഒരു കാര്യമാണ്. വഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹു അല്ലാഹു അലൈഹി. എന്നാൽ അല്ലാഹു ആർക്കാണോ എളുപ്പമാക്കി കൊടുക്കുന്നത് അവനും അത് എളുപ്പമായിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ചോദിച്ച ആ അമൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നിലധികം അമലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഓരോ ഹദീസിലും നമ്മൾ പറഞ്ഞതുപോലെ ഈ ഹദീസും ഇസ്ലാമിന്റെ ഒരു അടിത്തറ, ഒരു ഖാഇദ പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഇസ്ലാമിലെ ധാരാളം മസലകൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ ഹദീസിന് കാരണമായ ചോദ്യത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. അമലുൻ യുദ്ഖിലുനിൽ ജന്ന വയുബാഇദുനി മിനൻ-നാർ. സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക ഓരോ മുസ്ലിമിന്റെയും ജീവിതത്തിലെ ലക്ഷ്യമാണ്. അതിനുള്ള വഴിയാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ജീവിതത്തിലെ ഒരു മുസ്ലിമിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം അതെന്താണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. അതുപോലെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമാകുന്ന അമലുകൾ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പായി ആമുഖമായി പ്രധാനപ്പെട്ട ഒരു വസ്തുത പഠിപ്പിച്ചു. എന്താണ്? ലഖദ് സഅൽത അൻ അദീം. നീ ചോദിച്ചത് വലിയ ഒരു കാര്യമാണ്. ലക്കിന്നഹു യസീറുൻ അലാ മൻ യസ്സറഹു അല്ലാഹു അലൈഹി. പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അത് എളുപ്പമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം, അവന്റെ ഇആനത്ത്, അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല സൂറത്തുൽ ഫാത്തിഹയിൽ ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞ ഉടനെ തന്നെ ഇസ്തിആനത്തിനെ കുറിച്ച് പറഞ്ഞു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അപ്പോ എന്തുകൊണ്ടാണ് ഇബാദത്തിന്റെ കൂടെ ഈ സഹായതേട്ടം ഇസ്തിആനത്ത് പരാമർശിച്ചത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായമാണ്, അല്ലാതെ സാധിക്കുകയില്ല. ഈ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ആർക്കും തർക്കമുള്ള കാര്യമല്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ അത് ഓർമ്മയുണ്ടാവുക, എപ്പോഴും നമ്മൾ ഇത് ഓർക്കണം. അതുകൊണ്ടാണ് ബാങ്ക് കൊടുക്കുമ്പോൾ ഹയ്യ അലൽ സലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മറുപടി പറയേണ്ടത്, മുഅദ്ദിന് ജവാബ് കൊടുക്കേണ്ടത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, ഈ വിജയത്തിലേക്ക്, ഫലാഹിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ നമ്മളൊരു പക്ഷേ പള്ളിയിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ പള്ളിയുടെ അടുത്തായിരിക്കും. എന്നാലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ അല്ലാതെ ഒരു കഴിവും ശക്തിയും ഒരാൾക്കുമില്ല. ഈ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ എനിക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോ അമലുകളിലും എത്ര നിസ്സാരമായി നമുക്ക് തോന്നിയാലും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. അതിന് നമുക്ക് തന്നെ എത്രയോ ഉദാഹരണങ്ങൾ അറിയാം. പല അമലുകളും വളരെ എളുപ്പമായിരിക്കും, പക്ഷെ നമുക്കത് ചെയ്യാൻ സാധിക്കുകയില്ല. ഉദാഹരണത്തിന് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ദിക്ർ എന്ന് പറയുന്നത്. അല്ലെ, ചില ദിക്റുകളുടെ പ്രതിഫലം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ചെറിയ ചെറിയ വാക്കുകൾക്ക് വലിയ പ്രതിഫലം, നമുക്കതറിയാം. അത് അള്ളാഹു നാളെ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്, നമുക്കത് കിട്ടും എന്ന് നമുക്ക് യഖീനുണ്ട്. അങ്ങനെ പൂർണ്ണമായ യഖീനോടുകൂടി നമ്മൾ പല ദിവസവും അത് ആ ദിക്റുകൾ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ നമുക്ക് എല്ലാ ദിവസവും സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അള്ളാഹുവിന്റെ സഹായം ഉണ്ടെങ്കിലേ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന ബോധത്തോടു കൂടി വേണം ഒരു മുഅ്മിൻ ജീവിക്കാൻ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബിൽ ഈ ഒരു ആശയം വിശദീകരിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും പറയുന്നത് കാണാം, മനുഷ്യർ ഈ വിഷയത്തിൽ 3 വിഭാഗമാണ്. ഒരു വിഭാഗം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ ഇസ്തിആനത്ത്, അള്ളാഹുവിനോട് സഹായം തേടുക എന്നുള്ളത് തീരെ ഇല്ലാത്ത ആള്. ഇബാദത്ത് ചെയ്യും, പക്ഷെ അള്ളാഹുവിനോട് സഹായം തേടുകയില്ല.
അവർ ചെയ്യുന്ന ഇബാദത്തുകൾ സ്വന്തം കഴിവുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന ഒരു തോന്നൽ അവർക്കുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. വേറെ ചില ആളുകൾ അവര് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യും, ഇസ്തിആനത്തും ഉണ്ടാകും. ഞാൻ ചെയ്യുന്ന ഇബാദത്ത് അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മാത്രമാണ് എന്ന ബോധത്തോടുകൂടി ഇബാദത്ത് ചെയ്യും. മൂന്നാമത്തെ ഒരു വിഭാഗം അവർ ഇബാദത്തേ ചെയ്യുന്നില്ല. 4 വിഭാഗമായിട്ടാണ് വ്യത്യാസിച്ചിട്ടുള്ളത്. 4ാമത്തെ വിഭാഗം അവര് ഇസ്തിആനത്ത് ചെയ്യുന്നത് ഇബാദത്തിന് വേണ്ടിയായിരിക്കില്ല, ഹറാമുകൾ ചെയ്യാനായിരിക്കും. അള്ളാഹു ഭയങ്കര തവക്കുലായിരിക്കും ഹറാമുകൾ ചെയ്യാൻ വേണ്ടി. ആരെയും പേടിക്കാതെ ഹറാമുകൾ ചെയ്യും. അള്ളാഹുവിന്റെ സഹായം എനിക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇതിൽ ഏറ്റവും പൂർണ്ണത അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക, അത് അള്ളാഹുവിന്റെ സഹായത്തോടെ മാത്രമാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു. ഒരു പക്ഷേ നമ്മൾ അങ്ങനെ വിചാരിക്കാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് ഇബാദത്തുകൾ തുടരാൻ സാധിക്കാത്തത്. ഖിയാമുൽ നമസ്കരിച്ചു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ സാധിക്കുന്നില്ല. ഒരു പക്ഷെ അതിന്റെ കാരണം ആ നമസ്കരിച്ച ദിവസം നമുക്ക് ഈ ബോധം ഉണ്ടാവുകയില്ല, ഇത് അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മാത്രമാണ് എന്ന ബോധമില്ലാതെ ആയാൽ എന്ത് സംഭവിക്കും? പിന്നെ ഉജ്ബുണ്ടാകും, ഗുറൂറുണ്ടാകും, നമ്മളാണ് വലിയവൻ, നമ്മുടെ കഴിവുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് തോന്നലുണ്ടാകും. അത് ആ അമൽ മുടങ്ങിപ്പോകാൻ കാരണമാകും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പലപ്പോഴും പറയാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു പ്രാവശ്യമല്ല ധാരാളമായി പറയാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഖയ്യിം പറഞ്ഞത് കാണാം. ഇയ്യാക നഅ്ബുദു എന്ന വാക്ക് തദ്ഫഉ റിയാ, റിയാഇനെ ഇല്ലാതെയാക്കും. കാരണം ഇബാദത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമാണ് എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു. വഇയ്യാക നസ്തഈൻ തദ്ഫഉൽ കിബ്രിയ, ഇയ്യാക നസ്തഈൻ എന്ന വാക്ക് ശരിക്കും അർത്ഥം പറഞ്ഞു ചൊല്ലിയാൽ അഹങ്കാരം ഉണ്ടാവുകയില്ല, കിബ്ർ ഉണ്ടാവുകയില്ല. ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ പിടികൂടുന്ന ഏറ്റവും വലിയ രോഗമാണ് ഈ 2 കാര്യങ്ങൾ, റിയാ, കിബ്റും. അതിനുള്ള പരിഹാരമാണ് ഈ ആയത്ത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് പറയാറുണ്ട് എന്നാണ് ഇബ്നു ഖയ്യിം പറയുന്നത്. അപ്പോ ഇതാണ് ഒന്നാമത്തെ കാര്യം ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. നമ്മൾ ദീനിയായി എത്ര വളർന്നാലും, നമുക്ക് എത്ര ഇൽമു കിട്ടിയാലും, എത്രയൊക്കെ അമലുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാലും, എത്രയൊക്കെ ആഴത്തിൽ നമുക്ക് അറിവുണ്ടായാലും, അത് ഉപകാരപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകും. അത് നമ്മൾ പ്രതീക്ഷിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് അതിനുവേണ്ടി സദാ ചോദിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഈ പറയുന്ന ഉപദേശമൊന്നും ഫലിക്കാൻ പോകുന്നില്ല എന്നർത്ഥം. ഇനി ആദ്യമായി പറഞ്ഞു കൊടുത്തത് എന്താണ്? തഅബുദുല്ലാഹ ലാ തുശ്രികു ബിഹി ശൈഅൻ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇതാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള താക്കോൽ. ആദ്യം വേണ്ട കാര്യം. ഇതില്ലാതെ ബാക്കി പറഞ്ഞു തരാൻ പോകുന്ന അമലുകളൊന്നും ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആദ്യം വേണ്ടത് തൗഹീദാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത ഒരാൾക്കേ സ്വർഗമുള്ളൂ. ഇന്നൽ ജന്നത ലാ തദ്ഖുലുഹാ ഇല്ലാ നഫ്സുൻ മുസ്ലിമ, മുവഹിദായ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരാളല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പോകുന്നില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പറഞ്ഞു കൊടുത്തത്. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇബാദത്ത് എന്ന വാക്ക് പണ്ഡിതന്മാർ അതുപോലെ ഖുർആനിലും ഹദീസിലുമൊക്കെ 2 അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇബാദത്തിന്റെ അകവും പുറവുമുണ്ട്, ഇബാദത്തിന് ളാഹിറും ബാത്തിനുമുണ്ട്. ആ ഇബാദത്തിന്റെ അകക്കാമ്പ് എന്നുള്ള അർത്ഥത്തിൽ ഇബാദത്ത് എന്ന് പ്രയോഗിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അതാണ് പണ്ഡിതന്മാർ പറയുന്ന ഒരു അറിയപ്പെട്ട പ്രയോഗം. ഇബാദത്ത് എന്ന് പറയുന്നത് അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ, അത് പറഞ്ഞത് കാണാം. ഗായത്തുൽ തദല്ലുലി വൽ മഹബ്ബ, അങ്ങേയറ്റത്തെ സ്നേഹവും താഴ്മയും. ഇതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. എല്ലാ ഇബാദത്തുകൾക്കും പൊതുവായിട്ടുള്ള നിർവചനം ഇതാണ്. അഥവാ ഇബാദത്തിന്റെ അകക്കാമ്പ് എന്ന് പറയുന്നത്, ഇബാദത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് അഖ്സാ ഗായത്തി അൽ ഖുദൂഇ വൽ മഹബ്ബ, അല്ലെങ്കിൽ തദല്ലുലി വൽ മഹബ്ബ, അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ താഴ്മ, അതോടൊപ്പം അങ്ങേയറ്റത്തെ സ്നേഹവും. ഇത് രണ്ടും കൂടുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. ഇബാദത്തുർ റഹ്മാനി ഗായത്തു ഹബ്ബിഹി മഅ ഹബ്ബി വഇബാദത്തുർ റഹ്മാനി ഗായത്തു ഹബ്ബിഹി മഅ ദുല്ലി ആബിദിഹി ഹുമാ ഖുത്ബാനി, അങ്ങേയറ്റത്തെ സ്നേഹവും അങ്ങേയറ്റത്തെ താഴ്മയും, അതാണ് ഇബാദത്തിന്റെ അച്ചുതണ്ട്, അതിന്റെ അടിസ്ഥാനം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇതാണ് ഒന്നാമത്തെ പ്രയോഗം, ഇബാദത്ത് എന്ന വാക്കിന്റെ ഒന്നാമത്തെ പ്രയോഗം. രണ്ടാമത്തെ പ്രയോഗം, മനസ്സിലുള്ള ഈ താഴ്മയും സ്നേഹവും പ്രകടിപ്പിക്കാൻ നമുക്ക് ചില പ്രവൃത്തികൾ വേണം. എങ്ങനെയാണ് ഈ സ്നേഹം പ്രകടിപ്പിക്കുക? എങ്ങനെയാണ് ഈ അങ്ങേയറ്റത്തെ താഴ്മ പ്രകടിപ്പിക്കുക? അതിന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അതിന് മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ, അതിനാണ് ഇബാദത്ത് എന്ന് പറയുക. ഈ അർത്ഥത്തിലും ഇബാദത്ത് എന്ന് ഉപയോഗിക്കും.
ഈ അർത്ഥത്തിലാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹു മിനൽ അഖ്വാലി വൽ അഅമാലി അദ്ദാഹിറത്തി വൽ ബാത്തിൻ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രവൃത്തികളും, അത് വാക്കുകളാവാം പ്രവൃത്തികളാവാം, മനസ്സിലുള്ളതാവാം പുറത്തേക്ക് കാണുന്നതാവാം, അള്ളാഹുവിന് തൃപ്തിയുള്ള, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള, അള്ളാഹു പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉൾപ്പെട്ടു. നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും അങ്ങനെയുള്ള ബാഹ്യമായ പ്രവൃത്തികൾ. അതുപോലെ അള്ളാഹുവിനോടുള്ള ഭയവും സ്നേഹവും പ്രതീക്ഷയും, ഇസ്ലാമിനോടും ഈമാനിനോടും മുസ്ലിമീങ്ങളോടും ഒക്കെയുള്ള സ്നേഹം, കുഫറിനോടും വിദാത്തുകളോടും ആസിയത്തുകളോടും ഒക്കെയുള്ള വെറുപ്പ്, ഇങ്ങനെയുള്ള ആന്തരികമായ ബാത്തിനായ മനസ്സിലുള്ള പ്രവൃത്തികൾ. അതുപോലെ നാവ് കൊണ്ട് പറയുന്ന ദിക്റുകൾ, സലാത്ത്, തസ്ബീഹ്, ഇങ്ങനെയുള്ള വാക്കുകൾ, ഇതെല്ലാം ഉൾപ്പെട്ടതാണ് ഇബാദത്ത് എന്ന് ഇബ്നു തൈമിയ്യ പറയുന്നത്. ഏതർത്ഥത്തിലാണ്? രണ്ടാമത്തെ അർത്ഥത്തിലാണ്. അഥവാ ഇബാദത്തിന്റെ ഈ അന്തസത്ത എന്ന് പറയുന്ന താഴ്മയും സ്നേഹവും അത് പ്രകടിപ്പിക്കാൻ ബാഹ്യമായി ഉപയോഗിക്കുന്ന പ്രവൃത്തികൾ, വാക്കുകൾ, ഈ അർത്ഥത്തിൽ ഇബാദത്ത് എന്ന് ഉപയോഗിക്കും. അപ്പൊ ഈ രണ്ട് പ്രയോഗങ്ങൾ, അല്ലെങ്കിൽ ഈ രണ്ടർത്ഥത്തിൽ, രണ്ട് സാഹചര്യത്തിൽ ഇബാദത്ത് എന്ന വാക്ക് മുൻഗാമികൾ പ്രയോഗിക്കും. ഈ രണ്ടർത്ഥമേ ഉള്ളൂ. അപ്പൊ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞ നിർവചനം നമുക്ക് കാണാം. അഖ്സാ ഗായത്തുൽ ഖുശൂ, അല്ലെങ്കിൽ അഖ്സാ ഗായത്തുൽ തദല്ലുൽ, അല്ലെങ്കിൽ ഇബ്നു ഖയ്യിം പറഞ്ഞതുപോലെ ഗായത്തു ഹബ്ബിഹി മഅ ദുല്ലി ആബിദിഹി. ഈ പറഞ്ഞതൊക്കെ ഒരേ അർത്ഥമാണ്. എല്ലാ ഇബാദത്തുകളുടെയും അന്തസത്തയായിട്ടുള്ള താഴ്മയും സ്നേഹവും. അതിന്റെ അടിത്തറ ഈ രണ്ട് കാര്യങ്ങളാണ്, അങ്ങേയറ്റത്തെ താഴ്മയും അങ്ങേയറ്റത്തെ സ്നേഹവും. കാരണം ചിലപ്പോൾ നമ്മൾ താഴ്മ പ്രകടിപ്പിക്കും, പക്ഷെ സ്നേഹിക്കണമെന്നില്ല. മനുഷ്യരായ ഭരണാധികാരികളോട്, നേതാക്കന്മാരോടും ഒക്കെ താഴ്മ കാണിക്കും, പക്ഷെ മനസ്സിൽ ഉറപ്പായിരിക്കും. അതുപോലെ ചിലപ്പോൾ മനസ്സിൽ സ്നേഹം ഉണ്ടാകും, നമ്മൾ മക്കളോട് സ്നേഹം ഉണ്ടാകും, പക്ഷെ അവരോട് നമ്മൾ താഴ്മ കാണിക്കുകയില്ല, അവരനുസരിക്കുകയില്ല. എന്നാൽ ഇത് രണ്ടും ഒരുമിച്ച് കൂടുകയും, അത് രണ്ടിന്റെയും അങ്ങേയറ്റത്തെ പരിധി, ദുനിയാവിൽ തന്നെ മനുഷ്യരോട് തന്നെ ചിലപ്പോൾ നമുക്ക് താഴ്മയും സ്നേഹവും ഒരുമിച്ചുണ്ടാവാം, പക്ഷെ അത് ഒരുമിച്ച് കൂടുകയും അത് രണ്ടും അങ്ങേയറ്റമാവുകയും ചെയ്യുക, അതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അത് ഒരു അർത്ഥം. രണ്ടാമത്തെ ഒരു അർത്ഥം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഈ വികാരം പ്രകടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, വാക്കാവാം, പ്രവൃത്തിയാകാം, ബാഹ്യമാകാം, ആന്തരികമാകാം. ഈ രണ്ടർത്ഥം ഇബാദത്ത് എന്ന വാക്കിന് പണ്ഡിതന്മാർ പറഞ്ഞത്, വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, ലാ തുശ്രികു ബിഹി ഷൈഅ എന്ന് പറഞ്ഞു. എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ? അത് വളരെ വ്യക്തമാണ്. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തതിനാണ് ഇബാദത്ത് ചെയ്യുന്നതാണ് ശിർക്ക്. ഇത് ഒരു പൊതു തത്വമാണ്, ഒരു ഖാഇദയാണ്. അള്ളാഹുവിനുള്ള ഇബാദത്താണ് എന്ന് സ്ഥിരപ്പെട്ട ഒരു പ്രവൃത്തി, അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ചെയ്യുന്നതാണ് ശിർക്ക്. ഇത്രയുള്ള ശിർക്കിന്റെ നിർവചനം. അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ അത് ശിർക്കായി. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ബലിയർക്കാൻ ഉളഹിയത്ത് നമ്മെ പഠിപ്പിച്ചു. അപ്പൊ ഒരു വലിയന്റെ പേരിൽ ബലിയർത്താൽ ശിർക്കായി. അള്ളാഹുവിന്റെ പേരിൽ നേർച്ച നേടാൻ അനുവാദം നൽകിയിട്ടുണ്ട്. അള്ളാഹു അല്ലാത്ത ഒരാളുടെ പേരിൽ നേർച്ച നേർന്നാൽ അത് ശിർക്കായി. ഇതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം ഷിർക്ക് രണ്ട് തരത്തിലുണ്ട്. ഷിർക്കുൻ അക്ബർ ഉണ്ട്, ഷിർക്കുൻ അസ്ഗർ ഉണ്ട്. വലിയ ഷിർക്കുണ്ട്, ചെറിയ ഷിർക്ക്. വലിയ ഷിർക്കാണ് ഇപ്പോൾ പറഞ്ഞ കാര്യം, അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ കൽപ്പിച്ച ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യുക. അതിന് താഴെയുള്ള ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ ഈ വലിയ ഷിർക്കിലേക്കുള്ള വസീലയായിട്ടുള്ള കാര്യം, അതിലേക്ക് എത്തിക്കുന്ന കാര്യം, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യാൻ. അതുപോലെ ഹദീസുകളിൽ ഷിർക്ക് എന്ന് പ്രയോഗിച്ചിട്ടുള്ള, എന്നാൽ അതിൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയോ സുജൂദ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഷിർക്കുൻ അസ്ഗർ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ ഷിർക്കിന്റെ പ്രശ്നം എന്താണ്? ഷിർക്ക് ചെയ്താൽ എന്താണ് കുഴപ്പം? സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി ഷിർക്ക് ഈ ഹദീസിൽ വിലക്കാൻ കാരണമുണ്ട്. അതെന്താണ്? ഇനി പറയാൻ പോകുന്ന പ്രവൃത്തികളെല്ലാം, അല്ലെങ്കിൽ ഇനി വിലക്കാൻ പോകുന്ന തെറ്റുകളെല്ലാം അതിനേക്കാൾ എത്രയോ വലുതാണ് തൗഹീദും ഷിർക്കും എന്ന് പറയുന്നത്. ഷിർക്ക് ചെയ്താൽ 4 അപകടങ്ങളുണ്ട്. ഷിർക്ക് ഖുർആനിലും സുന്നത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന 4 അപകടങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അത് മുഖ്രിജും മിനൽ മില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന കാര്യം. ഷിർക്ക് ചെയ്യുന്ന ഒരാൾ മുസ്ലിം അല്ല. അൽഅഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ, നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസ നമസ്കാരമാണ്. മൻ തറക്കഹ ഫഖദ് കഫറ ഔ അശ്റക, അത് ഒഴിവാക്കിയവൻ കാഫിറായിരിക്കുന്നു, മുശ്രിക്കായിരിക്കുന്നു. അപ്പൊ നമ്മളും മുശ്രിക്കുകളും എന്നാണ് പറയുന്നത്. അപ്പൊ മുസ്ലിം അല്ലാത്ത ഒരാൾ മുശ്രിക്കാണ്. അപ്പൊ മുസ്ലിം ആകുന്നത് എപ്പോഴാണ്? ഇസ്ലാമിന്റെ ഒന്നാമത്തെ റുക്ൻ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ തൗഹീദ് അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അവൻ മുശ്രിക്കായി, അവന് പിന്നെ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. ഇതാണ് ഒന്നാമത്തെ അപകടം. രണ്ടാമത്തെ കാര്യം, അൽ ഖുലൂദു ഫിന്നാർ, നരകത്തിൽ ശാശ്വതരായി കഴിയേണ്ടി വരും. ശിർക്ക് ചെയ്യുന്നവർക്ക് സ്വർഗം ഹറാമാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി
ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്നത വമഅവാഹു അന്നാർ. ആരാണോ ശിർക്ക് ചെയ്യുന്നത്, ആ ശിർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് തൗബ ചെയ്യാതെ മരിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നതൊക്കെ. ആരാണോ ശിർക്കോടുകൂടി മരിച്ചു പോകുന്നത്, ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്നത, സ്വർഗം അവന് ഹറാമാണ്. വമഅവാഹു അന്നാർ, അവന്റെ സങ്കേതം എന്നെന്നും നരകമായിരിക്കും. രണ്ടാമത്തെ കുഴപ്പം ഇതാണ്. ഇതിനേക്കാൾ വലിയ ഒരു അപകടം പിന്നെ എന്താണുള്ളത്? മൂന്നാമത്തെ പ്രശ്നം, അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയില്ല. ശിർക്ക് ചെയ്ത് മരിച്ചുപോയ ഒരാൾ, മുസ്ലിമായ ഒരാൾ, തൗഹീദിന്റെ അവസ്ഥയിൽ, മുവഹിദായ അവസ്ഥയിൽ ഒരാൾ മരിച്ചുപോയാൽ അവൻ എത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും അവന്റെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, തന്നിൽ പങ്കു ചേർക്കുന്നത്, ശിർക്ക് ചെയ്യുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ശിർക്കല്ലാത്ത പാപങ്ങളെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുത്തേക്കാം. ഒരാൾ മുവഹിദാണ്, അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ച് ദുആ ചെയ്തിട്ടില്ല മരിക്കുന്ന സമയത്ത്, അങ്ങനെയുള്ള അവസ്ഥ അയാൾക്കില്ല, ശിർക്ക് ചെയ്യുന്ന അവസ്ഥയില്ല, അങ്ങനെ മരിച്ചുപോയി. അയാൾ ദുനിയാവിലെ എല്ലാ പാപങ്ങളും ചെയ്തിട്ടുണ്ട്, തൗബ ചെയ്യാതെയാണ് മരിക്കുന്നത് ആ പാപങ്ങളിൽ നിന്ന്, ശിർക്ക് ഒഴികെ ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? അവനും സ്വർഗത്തിൽ പോകാൻ സാധ്യതയുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ പുറത്തു കൊടുക്കാം, അള്ളാഹുവിന്റെ അധികാരമാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. ശിർക്ക് ചെയ്താലോ, ആ ശിർക്ക് എന്ന് പറയുന്ന പാപം അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. നാലാമത്തെ അപകടം, ശിർക്ക് അത് അള്ളാഹു പൊറുക്കുകയില്ല എന്നതിന് പുറമെ അവൻ ചെയ്ത സാലിഹായ അമലുകൾ കൂടി ബാത്തിലാക്കി കളയും. നമ്മൾ ചെയ്യുന്ന സാലിഹായ അമലുകളെ പൊളിച്ചു കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞില്ലേ, ഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നീ ശിർക്ക് ചെയ്താൽ നീ ചെയ്ത അമലുകളെല്ലാം പൊളിഞ്ഞു പോകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വലോ അശ്റഖു, അമ്പിയാക്കളെ കുറിച്ച് പറയുകയാണ്, അവർ ശിർക്ക് ചെയ്താൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തിരുന്ന അമലുകളെല്ലാം, അവരുടെ ത്യാഗങ്ങൾ, അവരുടെ ജിഹാദ്, അവരുടെ ദഅവത്ത് എല്ലാം പൊളിഞ്ഞു പോകും. അപ്പൊ ശിർക്ക് അമലുകൾ ബാത്തിലാകും. ഈ 4 കാര്യങ്ങളാണ് ശിർക്കിന്റെ അപകടം. ഇതിനേക്കാൾ വലിയ എന്ത് അപകടമാണ് വരാനുള്ളത്? അതുകൊണ്ട് തന്നെ തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. അത്രയും അപകടമുള്ള കാര്യമാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി ഈ ഹദീസിൽ വിലക്കിയിട്ടുള്ളത്. അടുത്തതായി ഹദീസിൽ പറയുന്നത് എന്താണ്? തഅബുദുല്ലാഹ ലാ തുശ്രികു ബിഹി ശൈഅ വതുഖീമുസ് സ്വലാഹ്, നമസ്കാരം നിലനിർത്തുക. ഇഖാമത്തുസ് സ്വലാഹ്, നമസ്കാരമാണ് സ്വർഗത്തിലേക്കുള്ള അടുത്ത വഴി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അടുത്ത വഴി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികളുടെ സിഫത്തുകൾ, മുഅ്മിനീങ്ങളുടെ സിഫത്തുകൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്താണ് പറയുന്നത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അങ്ങനെ കുറെ ആയത്തുകളിൽ സ്വർഗാവകാശികളായ യഥാർത്ഥ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞ് അത് അവസാനിപ്പിച്ചത് എന്താണ്? വല്ലദീന ഹും അലാ സ്വലവാത്തിഹിം യുഹാഫിദൂൻ, അവരുടെ നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞിട്ട് തന്നെയാണ് അവസാനിപ്പിച്ചത്. അപ്പൊ നമസ്കാരം എന്ന് പറയുന്നതാണ് തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലേക്കുള്ള അടുത്ത വഴി. ആ നമസ്കാരത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത്? തുഖീമുസ് സ്വലാ, നമസ്കാരം നേരെ ചൊവ്വയാക്കുക. തുസല്ലി എന്നല്ല പറഞ്ഞു. ഖുർആനിൽ എവിടെയും തുസല്ലി അല്ലെങ്കിൽ സല്ലു എന്ന് പറയുന്നില്ല. തുഖീമുസ് സ്വലാ, യുഖീമൂനസ് സ്വലാ, വഅഖീമുസ് സ്വലാ എന്നൊക്കെയാണ് പറഞ്ഞത്. നമസ്കാരം നേരെ ചൊവ്വയാക്കുക. നമസ്കാരം നേരെയാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമസ്കാരത്തിന്റെ ഷർത്തുകൾ, നമസ്കാരത്തിലെ റുക്നുകൾ, നമസ്കാരത്തിൽ വാജിബായ കാര്യങ്ങൾ, നമസ്കാരത്തിൽ സുന്നത്തായ കാര്യങ്ങൾ, നമസ്കാരത്തിന്റെ അദബുകൾ, ഇതൊക്കെ പാലിക്കുന്നതിനാണ് ഇഖാമത്തുസ് സ്വലാ എന്ന് പറയുന്നത്. അപ്പൊ നമസ്കാരത്തെ കുറിച്ച് പഠിച്ച് പൂർണ്ണമായ രൂപത്തിൽ നമസ്കരിക്കാൻ ശ്രമിക്കുക. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കാരം പാപങ്ങളിൽ നിന്ന് തടയും. എപ്പോഴാണ് തടയുക? ഈ പറഞ്ഞ പോലെയുള്ള ഇഖാമത്തുസ് സ്വലാ, നമസ്കാരം നേരെ ചൊവ്വെ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ. നമസ്കാരം നേരെ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ നമസ്കാരത്തെ കുറിച്ച് പഠിക്കണം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച നമസ്കാരത്തിന്റെ ബാഹ്യമായ വിധിവിലക്കുകൾ, നമസ്കാരത്തിന്റെ അഹ്കാമുകൾ പഠിക്കണം. രണ്ടാമതായി നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകാനുള്ള, ബാത്തിനായിട്ടുള്ള, ആന്തരികമായി നമസ്കാരത്തിന് ജീവൻ ഉണ്ടാകാൻ വേണ്ട കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം, അത് നിർവഹിക്കണം. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് ഈ പറഞ്ഞ രൂപത്തിൽ നമസ്കാരം ഇഖാമത്തുസ് സ്വലാ ആയി മാറുക. അങ്ങനെ നമസ്കരിച്ചാൽ ആ നമസ്കാരം തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, പാപങ്ങളിൽ നിന്ന് തടയുകയും ചെയ്യും. നമസ്കാരത്തിൽ ഖുശൂ കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം പണ്ഡിതന്മാർ പറയുന്നത് കാണാം, നമസ്കാരത്തിന് മുമ്പ് ഖുശൂവോടുകൂടി നടക്കുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമസ്കരിക്കുമ്പോഴല്ലാത്ത മറ്റുള്ള അവസ്ഥയിൽ തന്നെ ഒരാൾക്ക് ഖുശൂ ഉണ്ടെങ്കിൽ, ഭയഭക്തി ഉണ്ടെങ്കിൽ, അനാവശ്യമായ സംസാരവും ബഹളവും, തന്നെ ബാധിക്കാത്ത കാര്യങ്ങളിൽ തർക്കിക്കുകയും അതുപോലെ ഹറാമുകളിൽ മുഴുകുകയും ഒന്നും ചെയ്യാതെ അള്ളാഹുവിനെ പേടിച്ച് ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ
ഒരടക്കവും ഒതുക്കവും ശാന്തതയും അയാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകും. ഖുർആനിൽ ഇതിന് ഒരു സൂചനയുണ്ട്. അല്ലാഹു തആല സൂറത്തുൽ മുഅ്മിനൂനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിൽ എന്താണ് പറയുന്നത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. തൊട്ടടുത്ത ആയത്ത് എന്താണ്? വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അവർ ലഗ്വിനെ തൊട്ട് അകന്നു പോകുന്നവരായിരിക്കും. എന്താണ് ലഗ്വ് എന്ന് പറഞ്ഞാൽ? ലഗ്വ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായ കാര്യങ്ങൾ. ഹറാമാകണമെന്നില്ല, എല്ലാ ഹറാമും ലഘുവിൽപ്പെട്ടതാണ്. ഹറാമാകണമെന്നില്ല. ലഘു എന്ന് പറഞ്ഞാൽ സീരിയസ് അല്ലാത്ത അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ, അതിനൊക്കെ ലഘു എന്ന് പറയും. സംസാരമാകാം, പ്രവൃത്തികളാകാം, കളിയും തമാശയും, ആവശ്യം കഴിഞ്ഞിട്ടുള്ള കളിയും തമാശയും, ഇതിനൊക്കെ ലഘു എന്ന് പറയും. പിന്നെ പറഞ്ഞത് എന്താ? അടുത്ത ആയത്ത് എന്താണ്? വല്ലദീനഹും ലിസ്സക്കാത്തി ഫാഇലൂൻ. ഖുർആൻ നോക്കിയാൽ, ഹദീസുകൾ നോക്കിയാൽ നമുക്ക് കാണാം നമസ്കാരവും സക്കാത്തും എപ്പോഴും ഒന്നിച്ചാണ് പറയാം. യുഖീമൂന സ്വലാത്ത വയുഊതൂന സക്കാത്ത്. അതിന്റെ ഇടയിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കത്തിൽ നമസ്കാരത്തിന്റെ സക്കാത്തിന്റെ ഇടയിലാണ് ഒരു വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ എന്ന് പറഞ്ഞത്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതൊരു സൂചന ആയിരിക്കാം. കാരണം നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവർ എന്ന് പറഞ്ഞിട്ടാണ് അടുത്തത് ഈ ആയത്ത് പറയുന്നത്. അപ്പൊ ആ ഖുശൂഇന്റെ ഒരു മാർഗമാണ്, ഖുശൂ ഉണ്ടാകാൻ അനിവാര്യമായിട്ട് വേണ്ട കാര്യമാണ് ലഗ്വ് ഒഴിവാക്കുക എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പ്രയോഗിച്ചത് എന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ ഖുശൂ ഉണ്ടാക്കാൻ, നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാക്കാൻ, അതിനെക്കുറിച്ച് പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും. അതാണ് നമസ്കാരം. അടുത്തത് തൂത്തി സക്കാത്ത്, സക്കാത്ത് നൽകുക. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നിർബന്ധമായിട്ടുള്ള ദാനധർമ്മത്തിനാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മിസ്കീന്, ഫഖീറിന്, സമ്പന്നന്റെ സ്വത്തിൽ വകവെച്ചു കൊടുത്തിട്ടുള്ള അവകാശമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അത് നിർവഹിക്കുക. വതൂത്തി സക്കാത്ത് വതസൂമു റമദാൻ, റമദാനിൽ നോമ്പ് നോൽക്കുക. നോമ്പിനെ കുറിച്ച് ഈ ഹദീസിൽ വീണ്ടും പറയുന്നുണ്ട്, ആ സമയത്ത് വിശദീകരിക്കാം. വതഹജ്ജു അൽ ബൈത്ത്, ഹജ്ജ് ചെയ്യുക. സുമ്മ ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ, ഖൈറിന്റെ വാതിലുകൾ, ധാരാളം ഖൈർ നേടിത്തരുന്ന മറ്റു ചില മാർഗങ്ങൾ കൂടി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്. എന്താണ് നോമ്പ് പരിചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നോമ്പിന്റെ നിർവചനം എല്ലാവർക്കും അറിയാം. ഇതാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അവയിൽ നിന്ന് വിട്ടു നിൽക്കുക. അതാണ് സൗമ്, നോമ്പ് എന്ന് പറയുന്നത്. നോമ്പ് പരിചയാണെന്നാണ് വിശ്വാസം പറഞ്ഞത്. പരിചയം എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധത്തിൽ ശത്രുക്കളുടെ വാളും കുന്തവും ഏൽക്കാതെ സംരക്ഷിക്കുന്ന കവചം, അതാണ് പരിചയം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നോമ്പിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്? നോമ്പ് ദുനിയാവിലും ആഖിറത്തിലും പല ഷർറുകളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന പരിചയാണ്. ദുനിയാവിൽ തഖ്വയുണ്ടാക്കും. ദുനിയാവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ കാര്യം തഖ്വയാണ്. ദുനിയാവിൽ നമ്മെ ബാധിക്കുന്ന ഏറ്റവും വലിയ അപകടം പാപങ്ങളാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ സംരക്ഷണമാണ് നോമ്പെന്ന് പറയുന്നത്. നോമ്പിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്, കുതിബ അലൈക്കും സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. തഖ്വ ഉണ്ടാകാനുള്ള മാർഗമാണ് നോമ്പ്. എന്തുകൊണ്ടാണ് നോമ്പ് കൊണ്ട് തഖ്വ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് നോമ്പിലൂടെ തഖ്വ ഉണ്ടാകുന്നത്? അത് വളരെ അറിയപ്പെട്ട കാര്യമാണ്. പക്ഷെ നമ്മളതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് ആറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഫലം നമുക്ക് കിട്ടുമായിരുന്നു, തഖ്വ ഉണ്ടാകുമായിരുന്നു. എന്താണത്? നോമ്പ് എന്ന് പറഞ്ഞാൽ ഹലാലായ കാര്യങ്ങൾ ഉപേക്ഷിക്കലാണ്. നോമ്പിൽ നമ്മൾ ഭക്ഷണം ഒഴിവാക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട പാനീയങ്ങൾ ഒഴിവാക്കുന്നു, അതുപോലെ തന്നെ ഹലാലായ ഭാര്യയുമായി ഉള്ള ബന്ധം ജിമാ അത് ഒഴിവാക്കുന്നു. അതൊക്കെ ഹലാലായ കാര്യങ്ങളാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിനെ പേടിച്ചു. ഹലാലായ ഈ കാര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഹറാമുകൾ നമ്മൾ എത്രമാത്രം ഒഴിവാക്കേണ്ടതുണ്ട്? അത് ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇതാണ് റമദാൻ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തുള്ള സുന്നത്ത് നോമ്പുകൾ തഖ്വ ഉണ്ടാക്കുന്ന മാർഗം. ഈ ഒരു ബോധത്തോടു കൂടി നോമ്പ് നോറ്റാൽ തഖ്വ ഉണ്ടാകും. അതുപോലെ ആഖിറത്തിൽ നരകത്തിൽ നിന്നുള്ള പരിചയമാണ്, സുന്നത്ത് കവചമാണ് നോമ്പ്. ഒരു ഹദീസിൽ കാണാം, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദ അല്ലാഹു അൻ വജ്ഹിഹി അൻ-നാറ 70 ഖരീഫ. ഒരു ദിവസം നോമ്പ് നോറ്റവൻ അള്ളാഹു അവന്റെ മുഖത്ത് നിന്ന് 70 വർഷം നരകത്തെ അകറ്റും എന്നൊരു ഹദീസിൽ വന്നു. അപ്പൊ ദുനിയാവിലും ആഖിറത്തിലുമുള്ള ഒരു പരിചയമാണ്, സംരക്ഷണമാണ് നോമ്പ്. ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു കാണാം, ലൗ ലം യകുൻ ഫീ ഫദ്ലി സിയാമി ഇല്ലാ ഹാദാ ലകഫ. നോമ്പിന്റെ പുണ്യം, അതിന്റെ മഹത്വം, ഫദ്ല് പഠിപ്പിക്കുന്നതായിട്ട് ഈ ഒരു ഹദീസ് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് മതിയായിരുന്നു. നമുക്ക് ധാരാളം നോമ്പ് നിൽക്കാൻ ഈ ഒരു ഹദീസ് മതി. അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയമാണ് എന്ന് പറയുന്ന ഈ ഒരു 2 വാക്ക് മതി നമുക്ക് ധാരാളമായി സുന്നത്ത് നോമ്പ് നോക്കാൻ എന്ന് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് പറഞ്ഞതാണ്. നമുക്കിനി വരാനുള്ള ദിവസങ്ങൾ, ഇന്നു മുതൽ തുടങ്ങി മുഹറം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല നോമ്പ് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല നോമ്പ് ഏതാണെന്ന് ചോദിച്ചപ്പോ മുഹറമിലെ നോമ്പാണ് എന്നാണ് പഠിപ്പിച്ചത്. മുഹറം മാസത്തിൽ മുഴുവൻ വേണമെങ്കിൽ നോമ്പ് നോൽക്കാം, വെറുതെ നോമ്പ് നോൽക്കാം. അപ്പൊ ഇങ്ങനെ സുന്നത്തായ അവസരങ്ങളിലൊക്കെ നോമ്പ് നോൽക്കുക എന്നുള്ളത് അത് ദുനിയാവിലും ആഖിറത്തിലും ഒരു സംരക്ഷണം ആണ്. അടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വസ്സദഖതു തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉ അൽമാഉൻ നാർ. അടുത്ത അമല് സദഖ. സദഖ പാപങ്ങളെ കെടുത്തിക്കളയും. കമാ യുത്ഫിഉൽ മാഉൻ നാർ, വെള്ളം തീ കെടുത്തുന്നത് പോലെ, വെള്ളം ഒഴിച്ചാൽ തീ കെട്ടുപോകുന്നത് പോലെ പാപങ്ങൾ ഇല്ലാതായി പോകും സദഖ കാരണം. സദഖ എന്ന് പറഞ്ഞാൽ എന്താണ്? നിർബന്ധമായ സക്കാത്ത് കഴിഞ്ഞിട്ടുള്ള ദാനധർമ്മങ്ങൾ, അതിനാണ് സദഖ എന്ന് പറയുന്നത്. സദഖ കാരണം പാപങ്ങൾ പൊറുക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറുപാപങ്ങളാണ്. കാരണം പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട്, ഏകോപിച്ച കാര്യമാണ്, വൻപാപങ്ങൾ തൗബ കൊണ്ടല്ലാതെ പൊറുക്കുകയില്ല. വൻപാപങ്ങൾ പൊറുക്കാൻ തൗബ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരോടുള്ള ഹക്കുകൾ, മറ്റുള്ള മനുഷ്യരോടുള്ള ഹക്കുകൾ, സാമ്പത്തികമായ ഇടപാടുകൾ, ബാധ്യതകൾ, അത് ഇതിൽപ്പെടുകയില്ല. അതല്ലാത്ത പാപങ്ങളൊക്കെ സദഖ കാരണം പൊറുക്കപ്പെടും. അതുകൊണ്ട് മുൻഗാമികളുടെ ധാരാളം സംഭവങ്ങൾ കാണാം. ഒരു ചെറിയ തെറ്റ് ചെയ്താൽ ധാരാളം സദഖ ചെയ്യും, അത് പൊറുക്കാൻ വേണ്ടി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദബില്ലാതെ സംസാരിച്ചു പോയോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായി. ഹുദൈബിയ സന്ധിയിൽ നമുക്കറിയാം, ഹുദൈബിയ സന്ധിയിൽ ഉണ്ടായിരുന്ന വ്യവസ്ഥകൾ ബാഹ്യമായി നോക്കിയാൽ ഇസ്ലാമിനെതിരാണ്. ഒരാൾ മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു വന്നാൽ മദീനയിൽ അവർക്ക് അഭയം കൊടുക്കാൻ പാടില്ല, തിരിച്ച് മുശ്രിക്കുകളുടെ അടുത്തേക്ക് പറഞ്ഞേക്കണം എന്ന വ്യവസ്ഥയുണ്ടായിരുന്നു. അത് ഉമർ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. നമ്മൾ ഹക്കിലല്ലേ, താങ്കൾ നബിയല്ലേ, പിന്നെന്താണ് പേടിക്കുന്നത് എന്ന് ചോദിച്ചു. അതിൽ വിഷമം തോന്നി അദ്ദേഹം ധാരാളം സദഖ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ സംഭവങ്ങൾ പലതും കാണാം. അപ്പൊ സദഖ എന്ന് പറയുന്നത് പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്നു. സദഖ മാത്രമല്ല, പൊതു തത്വമാണ്. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന ശരിയാണ്, പുണ്യങ്ങൾ പാപങ്ങളെ ഇല്ലാതെയാക്കും. പാപങ്ങൾ ഇല്ലാതെയാക്കാൻ, പരിഹരിക്കപ്പെടാൻ, പൊറുക്കപ്പെടാൻ പല മാർഗങ്ങൾ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മാർഗമാണ് പുണ്യങ്ങൾ ചെയ്യുക. ഒരു തിന്മ ചെയ്താൽ അതിന് പരിഹാരമായി നന്മ ചെയ്യുക, സദഖ ചെയ്യുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നന്മ ചെയ്യുക. സാധാരണ ശൈത്താൻ എന്താണ് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുക? ഒരു തിന്മ ചെയ്താൽ കൂടുതൽ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കും, അതിന് പകരമായിട്ട് കുറച്ചുകൂടി തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കും. ഒരാള് ഫജ്റിന് ജമാഅത്ത് പങ്കെടുക്കാതെ കടന്നുറങ്ങി. അപ്പൊ എഴുന്നേൽക്കുമ്പോൾ ശൈത്താൻ തോന്നിപ്പിക്കുക എന്താണ്? ഇന്ന് ഏതായാലും പള്ളിയിൽ പോയിട്ടില്ല, അപ്പൊ ബാക്കിയുള്ള സമയത്ത് കുറച്ചുകൂടി മാസിയത്തുകൾ ചെയ്യാം, എന്തെങ്കിലും ഹറാമ് കാണാം, കേൾക്കാം, ഇങ്ങനെയുള്ള തോന്നലാണ് മനസ്സിലുണ്ടാക്കുക. ഇന്നത്തെ മൂഡ് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി ഹറാം കൂടുതൽ ചെയ്യും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. സുബഹി ജമാഅത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അന്ന് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത് അതാണ്. ഇന്ന് ജമാഅത്ത് നഷ്ടപ്പെട്ടു, അപ്പൊ ഇന്ന് സുന്നത്ത് നോമ്പ് വെൽക്കാം, അതിന് പരിഹാരം വേണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമത്തെ മാർഗം, പാപങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം ഇസ്തിഗ്ഫാർ. അള്ളാഹുവിനോട് പാപം പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഇസ്തിഗ്ഫാർ. റബ്ബി ഗ്ഫിർലി, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ് അലയ്യ. ഇങ്ങനെ ഹദീസിൽ വന്നിട്ടുള്ളത് മുലാഫിമായ രൂപത്തിൽ അള്ളാഹുവിനോട് പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ഇസ്തിഗ്ഫാർ നടത്തുക. മൂന്നാമത്തെ മാർഗം തൗബ. തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ചെയ്ത തെറ്റിനെ ഓർത്ത് വിഷമിക്കുക, ഇനി അത് ആവർത്തിക്കുകയില്ല എന്ന് മനസ്സിൽ നിശ്ചയിക്കുക. അതാണ് തൗബ. അപ്പൊ ഇസ്തിഗ്ഫാർ, അതുപോലെ തൗബ. നാലാമത്തെ മാർഗം മുസീബത്തുകൾ. ഒരു മുഅ്മിനായ മനുഷ്യനെ, മുസ്ലിമായ ഒരു മനുഷ്യന് അവനിഷ്ടമില്ലാത്ത എന്തൊരു കാര്യം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും അല്ലാഹു തആല അതിന് പകരം പാപങ്ങൾ പുറത്തു കൊടുക്കും. ഇത് മനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക് ജീവിതം മുഴുവനും സന്തോഷമായിരിക്കും. കാരണം അവന് രോഗം ബാധിച്ചു, എന്തെങ്കിലും മാനസിക വിഷമങ്ങളുണ്ടായി, ദുഃഖമുണ്ടായി, അതൊക്കെ അവന്റെ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണങ്ങളാണ് എന്നോർത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ മുസീബത്തിൽ അവൻ സന്തോഷിക്കും. ആ മുസീബത്ത് ഓർത്തിട്ടല്ല, അതുകൊണ്ടുണ്ടായ ഫലമോർത്ത് സന്തോഷിക്കുന്ന അവസ്ഥയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹീഹ് ബുഖാരിയിലുള്ള ഒരു ഹദീസിൽ കാണാം, മാ മിൻ മുസീബത്തിൻ തുസീബുൽ മുസ്ലിമ ഇല്ലാ കഫറ അല്ലാഹു ബിഹാ അൻഹു. ഒരു മുസ്ലിമിന് എന്തൊരു മുസീബത്ത് ബാധിച്ചാൽ അത് കാരണം അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ഏതുവരെ? ഹത്ത ശൗകത ഇഷാഖുഹ. ഒരു മുള്ള് അവന്റെ കാലിൽ തറക്കുന്നത് വരെ. കാലൊരു മുള്ള് തറച്ചു, ആ മുള്ള് തറച്ചതിന് അള്ളാഹു കുറച്ച് പാപങ്ങൾ അവന് പുറത്തു കൊടുക്കും. അപ്പൊ അത്രയും നിസ്സാരമായ ഒരു മുസീബത്ത് വരെ ഒരു മുസ്ലിമിനെ ബാധിച്ചാൽ അള്ളാഹുവിന് പാപങ്ങൾ പുറത്തു കൊടുക്കും. ആ മുസീബത്തിന്റെ അളവിനനുസരിച്ച്. വലിയൊരു മുസീബത്ത് ബാധിച്ചു, വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക നഷ്ടമുണ്ടായി, താങ്ങാൻ സാധിക്കാത്ത കടബാധ്യതയുണ്ടായി, ഇങ്ങനെ എന്തൊക്കെ മുസീബത്ത് ബാധിച്ചാലും
അള്ളാഹു തആല അവന് പാപങ്ങൾ അത് കാരണം പുറത്തു കൊടുക്കും. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങൾ. ഇസ്തിഗ്ഫാർ, തൗബ, മുസീബത്തുകൾ, അതുപോലെ ഹസനാത്ത്, കൂടുതൽ നന്മകൾ ചെയ്യുക എന്നുള്ളത്. അടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഖിയാമുൽ ലൈലിനെ കുറിച്ചാണ്. വസലാത്തു റജുലി മിൻ ജൗഫിൽ ലൈൽ, രാത്രിയുടെ ജൗഫ് എന്ന് പറഞ്ഞാൽ ഉൾഭാഗം എന്നാണ് അർത്ഥം. മനുഷ്യന്റെ ശരീരത്തിലെ ജൗഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറാണ്. അപ്പൊ ഒരു വസ്തുവിന്റെ മധ്യഭാഗം, അതിന്റെ ഉൾഭാഗം എന്നൊക്കെയാണ് ജൗഫ് എന്നുള്ള അർത്ഥം. സ്വലാത്തു റജുലി മിൻ ജൗഫിൽ ലൈൽ, ഒരു മനുഷ്യൻ രാത്രിയുടെ മധ്യഭാഗത്ത് നമസ്കരിക്കുന്ന നമസ്കാരം, അതാണ് അടുത്തത്. ثم قرأ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി, തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഅ, സാലിഹീങ്ങളായ ആളുകളെ കുറിച്ച്, മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞതാണ്. തതജാഫാ ജുനൂബുഹും, അവരുടെ പാർശ്വഭാഗങ്ങൾ എഴുന്നേൽക്കും, അത് ഉയരും. അനിൽ മദാജിഅ, അവരുടെ വിരിപ്പ് വിട്ട് അത് ഉയർന്ന് എഴുന്നേൽക്കും. യദ്ഉന റബ്ബഹും ഖൗഫൻ വതമഅ, അല്ലാഹുവിനെ ഭയത്തോടെയും പ്രതീക്ഷയോടെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, അതുപോലെ അള്ളാഹു അവർക്ക് നൽകിയ റിസ്കിൽ നിന്ന് അവർ ചെലവഴിക്കും. ഇങ്ങനെ അള്ളാഹു തആല മുഅ്മിനീങ്ങളെ പുകഴ്ത്തി പറഞ്ഞ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊണ്ട്, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ, ഇങ്ങനെ ചെയ്യുന്ന ഖിയാമുൽ ലൈലും സദഖയും ഒക്കെയുള്ള ആളുകൾ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള കൺകുളിർമ, അവർക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ടാക്കുന്ന പ്രതിഫലം, സ്വർഗം, അതെങ്ങനെയാണ് എന്ന് ഫലാ തഅലമു നഫ്സുൻ, ഒരു മനുഷ്യനും അറിയുകയില്ല. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്ന ഈ അമലുകൾക്ക് പ്രതിഫലമായിക്കൊണ്ട് ഈ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയും ചെയ്തു. അപ്പൊ ഈ വാചകത്തിൽ പറയുന്നത് എന്താണ്? അടുത്ത അമല്, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അടുത്ത മാർഗം ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരം. ഈ ജൗഫുൽ ലൈൽ, രാത്രിയുടെ മധ്യഭാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യം രാത്രിയുടെ മധ്യഭാഗം തന്നെയാണ്. വഖത്തുൽ ലൈൽ എന്നാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഖിയാമുൽ ലൈൽ ഏറ്റവും പ്രതിഫലാർഹമായിട്ടുള്ള സമയം രാത്രിയുടെ മധ്യഭാഗത്ത് നമസ്കരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പിച്ചത് കാണാം, ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അഫ്ദലുൽ ഖിയാം ഖിയാമു ദാവൂദ്, ദാവൂദ് അലൈഹിസ്സലാമിന്റെ ഖിയാമുൽ ലൈലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഖിയാമുൽ ലൈൽ, ഏറ്റവും ശ്രേഷ്ഠമായ രീതി. അതെങ്ങനെയായിരുന്നു? അദ്ദേഹം രാത്രിയുടെ പകുതി ഭാഗം ഉറങ്ങും, പിന്നെ 1/3 ഭാഗം നമസ്കരിക്കും, പിന്നെ 1/6 ഭാഗം ഉറങ്ങും. അതെങ്ങനെയാണ്? അത് രാത്രി 6 ഭാഗമായി വിഭജിച്ചാൽ മതി, അല്ലെ നമുക്ക് കണക്കൂട്ടാൻ എളുപ്പത്തിൽ മനസ്സിലാവും. രാത്രി എപ്പോഴാണ് തുടങ്ങുന്നത്? മഗ്രിബോടുകൂടി രാത്രി തുടങ്ങും. പക്ഷെ ഈ ഹദീസിൽ രാത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇശ കഴിഞ്ഞിട്ടുള്ള രാത്രിയാണ്. കാരണം ഖിയാമുൽ ലൈലിന്റെ സമയം, ഉറക്കവും ഖിയാമുൽ ലൈലൊക്കെ ഇശാക്ക് ശേഷം. ഖിയാമുൽ ലൈൽ മഗ്രിബിന് ശേഷം നമസ്കരിക്കാം, ഇശാക്ക് മുമ്പ് നമസ്കരിക്കാം. പക്ഷെ ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇശാന് ശേഷമുള്ള സമയമാണ്, കാരണം ഉറക്കമുള്ളതുകൊണ്ട്. അപ്പൊ ഇശ മുതൽ ഫജ്ർ വരെയുള്ള സമയം എടുക്കുക. ഇപ്പൊ 8:00 ഏകദേശം ഇശ തുടങ്ങിയാൽ, ഇശ ആയാൽ 4 മണി വരെ ഉള്ള സമയം, അത് എത്ര മണിക്കൂർ ഉണ്ടാവും? 7 മണിക്കൂർ, 7.5 മണിക്കൂർ. ഈ 7.5 മണിക്കൂറിനെ 6 ഭാഗമായിട്ട് വേർതിരിക്കുക. 1 മണിക്കൂറും 10 മിനിറ്റും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. 1 മണിക്കൂർ കൂട്ടാം, രാത്രി 6 മണിക്കൂറേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അപ്പൊ ഈ രാത്രി 6 ഭാഗമായി വേർതിരിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ പകുതി എന്ന് പറഞ്ഞാൽ 3, 3 മണിക്കൂർ ഉറങ്ങും. പിന്നെ 3/1 എന്ന് പറയുമ്പോൾ 6/2. അപ്പൊ ഈ ആദ്യത്തെ 3 ഭാഗം ഉറങ്ങി. പിന്നെ 4ഉം 5ഉം മണിക്കൂറുകൾ അത് നമസ്കരിക്കും. പിന്നെ 6/1 എന്ന് പറഞ്ഞാൽ അവസാനത്തെ 6ാമത്തെ ഭാഗം, 6ാമത്തെ മണിക്കൂർ വീണ്ടും ഉറങ്ങും. ഇങ്ങനെയായിരുന്നു ദാവൂദ് അലൈഹി സ്വലാമിന്റെ നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇങ്ങനെയായിരുന്നു ചെയ്യാറുള്ളത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം രാത്രിയുടെ 1/3 അദ്ദേഹം നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈലി വനിസ്ഫഹു വസുലുസഹു, മിനിമം 1/3 താങ്കൾ ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നുണ്ട് എന്ന് അല്ലാഹുവിനെ അറിയാം എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമുൽ ലൈൽ കഴിഞ്ഞിട്ട് ഉറങ്ങാറുള്ളതായി ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിന് എന്ത് മനസ്സിലാക്കാം? ഈ രീതി തന്നെ ആയിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമസ്കരിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? 2 ഫضല് കിട്ടുന്ന നമസ്കാരമാണിത് ഈ രീതിയിൽ നമസ്കരിച്ചാൽ. ഒന്ന്, ഏറ്റവും നല്ല ഖിയാമുൽ ലൈൽ വസത്തുൽ ലൈലാണ് എന്ന് പറഞ്ഞ ഈ ഒരു ഹദീസിൽ പറഞ്ഞ ആ ഫضല് കിട്ടും. രണ്ടാമത്തെ, നമുക്കറിയാം അള്ളാഹുവിന്റെ ഇറക്കം, നുസൂലുൽ ഇലാഹി, അള്ളാഹു തആല രാത്രിയുടെ 1/3 അവസാനത്തെ 1/3 സമയമാകുമ്പോൾ 1ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഫضലും ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടും. കാരണം എന്താണ്? അള്ളാഹുവിന്റെ ഈ ഇറക്കം, അള്ളാഹു 1ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നത് ഏത് സമയത്തായിരിക്കും? നമ്മുടെ ഈ 6ആയി വിഭജിച്ചതിൽ 5ാമത്തെയും 6ാമത്തെയും മണിക്കൂറുകളായിരിക്കും. അല്ലെങ്കിൽ 5ാം ഭാഗവും 6ാം ഭാഗവും ആകുന്ന സമയത്തായിരിക്കും. അപ്പൊ ഈ 4ഉം 5ഉം നമസ്കരിക്കുന്ന ആൾക്ക് അതും കിട്ടി.
എന്ന് മാത്രമല്ല ഈ 4-ാമത്തെ മണിക്കൂർ നമസ്കരിച്ച് ഇബാദത്ത് ചെയ്ത് ഇരിക്കുന്ന സമയത്താണ് 5-ാമത്തെ മണിക്കൂർ വരുന്നത്. അപ്പോ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന സമയത്ത് ഈ ഖിയാമുൽ ലൈൽ നമസ്കരിച്ച വ്യക്തി അദ്ദേഹത്തിന്റെ നമസ്കാരത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് അള്ളാഹു ആകാശത്തേക്ക് ഇറങ്ങി വരുന്നത്. അത് വളരെ നല്ല ഒരു സന്ദർഭമാണ്, നല്ലൊരു ഭാഗ്യമാണ്. അള്ളാഹു ഇറങ്ങുന്ന സമയത്ത് കുറച്ച് സമയം ഞാൻ ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അത് കൂടുതൽ അള്ളാഹു തആല സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് സ്വലാത്തു റജുലി ഫീ ജൗഫിൽ ലൈൽ എന്ന് നിർദ്ദേശിക്കുന്നത്. പണ്ഡിതന്മാര് ഈ ഒരു ആയത്തിന്റെ വിശദീകരണം 3 തരത്തിൽ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഗാമികൾ ചില ആളുകൾ ഈ പറഞ്ഞ ആയത്ത് തതജാഫ ജുനൂബുഹും, അവർ ഉറക്കം വിട്ട് അവരുടെ വിരിപ്പുകൾ വിട്ട് ബെഡുകളിൽ നിന്ന് എഴുന്നേറ്റ് പോകും എന്ന് പറഞ്ഞതിനെ 3 രീതിയിൽ വിശദീകരിച്ചു. ഒന്ന്, ഇശാഉം ഫജ്റും ജമാഅത്തായി നമസ്കരിക്കും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും മുൻഗാമികൾ. നമ്മൾ ഈ ആയത്ത് കേട്ട നേരെ തഹജ്ജുദിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ശരിയാണ്, തഹജ്ജുദ് വളരെ പ്രധാനമാണ്. പക്ഷെ ഈ ഫള് ഇശാഉം ഫജ്റും ജമാഅത്ത് നമസ്കരിക്കുന്നവർക്കും കിട്ടും. കാരണം അതും ആളുകൾ സാധാരണ ഉറങ്ങാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോ ഒന്ന്, ഈ 2 ഫർദ് നമസ്കാരങ്ങൾ ജമാഅത്തായി നമസ്കരിക്കുന്നവരെ കുറിച്ചാണ് ഈ ആയത്ത് എന്ന് പറഞ്ഞ മുൻഗാമികളുണ്ട്. മറ്റൊരു അഭിപ്രായം ചില സലഫുകൾ സഹാബത്ത് ഒക്കെ പറഞ്ഞിട്ടുള്ളത് മഗ്രിബ് മുതൽ ഇശാ വരെ സുന്നത്ത് നമസ്കരിക്കുന്ന ആളുകൾ എന്നാണ്. അതൊരു സുന്നത്തായ കാര്യമാണ്, പതിവാക്കാതെ ഇടയ്ക്ക് ചെയ്യാൻ സുന്നത്തായിട്ടുള്ള കാര്യമാണ്. മഗ്രിബ് മുതൽ ഇശാ വരെ ഈ 2 റക്അത്തായി സുന്നത്ത് നമസ്കരിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്, സഹാബത്ത് പലരും ചെയ്തതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് 2ാമത്തെ അഭിപ്രായം. 3ാമത്തെ അഭിപ്രായം തഹജ്ജുദ്. ഇത് 3ഉം ശരിയാണ്. 3ഉം ഈ ആയത്തിന്റെ ആശയത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ. ഇശാവും ഫജ്റും ജമാഅത്തായി നമസ്കരിക്കുക, വല്ലപ്പോഴും ഒക്കെ മഗ്രിബ് മുതൽ ഇശാ വരെ നമസ്കരിക്കുക, അതുപോലെ തഹജ്ജുദ് നമസ്കരിക്കുക. ഇത് 3ഉം ഈ ആയത്തിൽ പറഞ്ഞ ആ ഫദ്ല് അർഹിക്കുന്ന കാര്യങ്ങളാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്ന ആളുകളെ പുകഴ്ത്തി പറഞ്ഞത് നോക്കൂ. അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയ്ൻ, അവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഖുർറത്തുൽ ഐൻ, കൺകുളിർമ, അതെന്താണെന്ന് ആർക്കും അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വർഗത്തില് ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വലിയ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെന്താണ് എന്നാർക്കും അറിയാത്ത അത്രയും വലിയ പ്രതിഫലം എന്നാണ് പറയുന്നത്. ചില ഉലമാക്കൾ പറഞ്ഞത് കാണാം, ഇവിടെ ഒരു ചെറിയ മറഞ്ഞു കിടക്കുന്ന ഒരു ഫായതയുണ്ട്. എന്താണ്? ഇവർ ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നത് ആരും കാണാതെയാണ്. ജൗഫുൽ ലൈൽ, ഇരുട്ടത്താണ് നമസ്കരിക്കുന്നത്, ആരും അറിയാതെയാണ് നമസ്കരിക്കുന്നത്. അപ്പൊ അള്ളാഹു തആല എന്ത് ചെയ്തു? ആർക്കും അറിയാത്ത പ്രതിഫലം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. അവർ ചെയ്ത ആ പ്രവൃത്തിക്ക് അനുസരിച്ച പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് എന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിയാമുൽ ലൈൽ നമുക്കറിയാം, രാത്രി നമസ്കരിച്ച് കാലിൽ നീര് വരുമായിരുന്നു. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? താങ്കളുടെ കഴിഞ്ഞുപോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും അള്ളാഹു പുറത്തു തന്നതാണല്ലോ, പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫല അകൂനു ആബിദൻ ശക്കൂറ, നന്ദിയുള്ള ഒരു അടിമയാവേണ്ടതില്ല ഞാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അപ്പൊ അള്ളാഹുവിന്റെ നിഅമത്തുകൾക്കുള്ള നന്ദിയാണ് ഖിയാമുൽ ലൈൽ. എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിനുള്ള നന്ദിയാണ്, അതിൽപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഖിയാമുൽ ലൈൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവിടത്തേക്ക് ഖിയാമുൽ ലൈൽ വാജിബായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിയാമുൽ ലൈൽ തഹജ്ജുദ് വാജിബായിരുന്നു. അതുപോലെ തന്നെ ഈ ഹദീസിൽ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഖിയാമുൽ ലൈലിനെ കുറിച്ച് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ ആയത്തിൽ അല്ലാഹു തആല പറയുന്ന ഒരു വാചകമുണ്ട്. അതെന്താണ്? ഖൗഫൻ വ തമഅ, അവർ നമസ്കരിക്കുന്നത് പേടിയോടെയും പ്രതീക്ഷയോടുകൂടിയുമാണ്. ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ, 2 മാനസികാവസ്ഥ അവന് ആവശ്യമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും വേണം, പ്രതീക്ഷയും വേണം. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, യംബഗി അൻ യകൂന ഖൗഫുഹു വ റജാഉഹു വാഹിദ, ഒരു മുസ്ലിമിന്റെ ഭയവും പ്രതീക്ഷയും, ഖൗഫും റജാവും ഒരുപോലെ ആയിരിക്കണം. ഫഅയ്യുഹുമാ ഗലബ ഹലക സാഹിബ്, അതിലേതെങ്കിലും ഒന്ന് കൂടിപ്പോയാൽ അവൻ നശിക്കും. അള്ളാഹുവിനോടുള്ള പേടി കൂടിപ്പോകാൻ പാടില്ല, പ്രതീക്ഷ ഇല്ലാതെ ആവാൻ പാടില്ല. അങ്ങനെ ആയാൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശ വരും. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചുള്ള നിരാശ, അൽയഅ്സു മിൻ റഹ്മത്തില്ലാഹ് എന്ന് പറയുന്നത് വൻപാപമാണ്, കബീറത്താണ്, ഒരു വൻപാപമാണ്. അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ, അള്ളാഹു ഗഫൂറുർ റഹീമുമാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്. ഈ പ്രതീക്ഷ കൂടിപ്പോയാൽ അൽ അംനു മിൻ മക്രില്ലാഹ്, അള്ളാഹുവിന്റെ തന്ത്രം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ പിടികൂടും എന്നുള്ള അള്ളാഹുവിന്റെ മക്ർ, അതിനെക്കുറിച്ച് അമ്ന് വരും, അതിനെക്കുറിച്ച് പേടിയില്ലാത്ത അവസ്ഥ വരും. അള്ളാഹുവിന്റെ ഈ തന്ത്രത്തെക്കുറിച്ച്, അവന്റെ പിടികൂടലിനെ കുറിച്ച് നിർഭയനാവുക എന്നുള്ളത് ഒരു കബീറത്താണ്, വൻപാപമാണ്. അപ്പൊ ഈ 2ഉം ആവശ്യത്തിന് വേണം, 2ഉം ഒരുപോലെ വേണം, ഒന്നും കൂടിപ്പോകാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, ഇവർ തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകളാണ്, എന്നിട്ടും ഖൗഫൻ വ തമഅ, ഞാൻ തഹജ്ജുദ് നമസ്കരിച്ചു, ഇനിയിപ്പോ പേടിന്റെ ആവശ്യമില്ല
എന്നല്ല, പിന്നെയും അവർ പേടിക്കുകയാണ്. അതുപോലെ സദഖയെ കുറിച്ച് സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുക്തൂന മാ ആതു വല്ലദീന യുക്തൂന മാ ആതു വഖുലൂബുഹും വജില. അവർ സദഖ ചെയ്യും, പക്ഷെ അവർക്ക് പേടിയായിരിക്കും. അപ്പൊ സദഖ ചെയ്യുന്ന സമയത്ത് പ്രതീക്ഷയുണ്ടാകും എന്ന് പ്രത്യേകം പറയേണ്ടതില്ല, ഉറപ്പാണ്. അതുപോലെ ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നവന് സ്വർഗത്തെക്കുറിച്ച് പ്രതീക്ഷയുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഖൗഫൻ വ തമഅ, പേടിയും അതിന്റെ കൂടെയുണ്ട്. ഖുലൂബുഹും വജില, സദഖ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ പേടിയുണ്ട്. ഇത് ഓർക്കേണ്ടതുണ്ട്. അടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലാ ഉഖ്ബിറുക ബിറഅസിൽ അംർ, ഞാൻ നിനക്ക് കാര്യത്തിന്റെ തല എന്താണെന്ന് പറഞ്ഞു തരട്ടെ. അഥവാ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ, ഒരു മുസ്ലിമായ വ്യക്തിയുടെ അവന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ് എന്ന് പറഞ്ഞു തരട്ടെയോ. വ അമൂദിഹി വദിർവതി സനാമിഹി, അതുപോലെ അവന്റെ ജീവിതത്തിന്റെ, അവന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യത്തിന്റെ അതിന്റെ നെടുന്തൂൺ എന്താണ്. വദിർവതു സനാമിഹി, അതിന്റെ ദിർവത്തു സനാം. ദിർവത്തു സനാം എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ പുറത്ത് കാണുന്ന പൂഞ്ഞ, അതിന്റെ ഉയർന്നു നിൽക്കുന്ന ഭാഗം, അതിനാണ് സനാം എന്ന് പറയുന്നത്. അതിന്റെയും ഏറ്റവും മുകളിലുള്ള ഭാഗത്തിനാണ് ദിർവ എന്ന് പറയാം. ഈ മൂന്ന് കാര്യങ്ങൾ എന്താണ്? റഅസുൽ അംർ വ അമൂദുഹു വ ദിർവത്തു സനാമിഹി. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, റഅസുൽ അംരി അൽ ഇസ്ലാം, ഇസ്ലാമാണ്, മുസ്ലിമായി ജീവിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. അതില്ലെങ്കിൽ അവന്റെ അമലുകൾ ബാത്തിലാണ്, അവന്റെ ജീവിതം അർത്ഥശൂന്യമാണ്. അപ്പൊ അടിസ്ഥാനപരമായ കാര്യം ഇസ്ലാമാണ്. വ അമൂദിഹി, അതിന്റെ നെടുന്തൂൺ. വ അമൂദുഹു, ഇസ്ലാമിന്റെ നെടുന്തൂൺ. എന്താ നെടുന്തൂൺ എന്ന് പറഞ്ഞാൽ? ഒരു ഹൈമ, ഒരു ടെന്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ നിർത്തുന്ന തൂണിനാണ് അമൂദ് എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള തൂണുകളും കയറുകളും കൊണ്ടൊന്നും പ്രയോജനമില്ല. എന്താണ് ഇസ്ലാമിന്റെ അമൂദ് എന്ന് പറയുന്നത്? വ അമൂദുഹു അസ്സലാത്ത്, നമസ്കാരമാണ് ഇസ്ലാമിന്റെ അമൂദ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു നമസ്കാരത്തിന്റെ കാര്യം. നമസ്കാരമാണ് ഉപേക്ഷിച്ചാൽ കാഫിറാകുന്ന ഒരേ ഒരു പ്രവൃത്തി, അല്ലെ? ഒരു മുസ്ലിം അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ഏതൊക്കെ കൽപ്പനകൾ ഉപേക്ഷിച്ചാലും, അള്ളാഹുവിന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കണം, ഏത് കൽപ്പന ഉപേക്ഷിച്ചാലും അപകടമാണ്. പക്ഷെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. അള്ളാഹു തആല പറഞ്ഞ ഏതൊരു അമലും ഒരാൾ ഉപേക്ഷിച്ചാലും അവനൊരു പാപിയായി ഇസ്ലാമിൽ തന്നെ ഉണ്ടാകും. പക്ഷെ നമസ്കാരം ഉപേക്ഷിച്ചാലോ അവൻ പിന്നെ ഇസ്ലാമിൽ സ്ഥാനമില്ല. ഇത് സഹാബത്തിന്റെ ഇജ്മാഉള്ള കാര്യമാണ് എന്നാണ് ഇമാം മുഹമ്മദ് ബിൻ നസർ അൽ മർവസി റഹിമഹുല്ലാഹ്, അതുപോലെ ഇബ്നു ഹസം, ഇങ്ങനെയുള്ള പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിരിക്കും. തർക്കമില്ലാത്ത കാര്യമാണ് സലഫുകളുടെ കാലത്ത്, മുൻഗാമികളുടെ കാലത്ത്. നമസ്കാരം ഉപേക്ഷിച്ചവൻ മുസ്ലിം ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഅഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാഹ് വമൻ തറകഹാ ഫഖദ് കഫർ. നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറായിരിക്കുന്നു. അപ്പൊ ഉപേക്ഷിച്ചാൽ ഇസ്ലാം പൊളിഞ്ഞു പോകുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന പ്രവൃത്തിയാണ് നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അമൂദുഹു, ഇസ്ലാമിന്റെ നെടുന്തൂൺ എന്ന നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞത്. വദിർവതു സനാമിഹി, ഇസ്ലാമിന്റെ ഏറ്റവും ഉന്നതമായ ഭാഗം അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ സായുധമായ ജിഹാദ് ഉണ്ട്, അതുപോലെ ഇൽമു കൊണ്ടുള്ള ജിഹാദ് ഉണ്ട്. എന്താണ് ആയുധം കൊണ്ടുള്ള ജിഹാദ്? ആയുധം കൊണ്ടുള്ള ജിഹാദ് ദീനിനെ സംരക്ഷിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി മുസ്ലിം ഭരണാധികാരികൾ സന്ദർഭവും സാഹചര്യവും നോക്കി ചെയ്യേണ്ട കാര്യമാണ് സായുധ ജിഹാദ് എന്ന് പറയുന്നത്. അത് സാധാരണക്കാരുടെ ജോലിയല്ല. അതുപോലെ തന്നെ അതിനുള്ള ശക്തിയും സന്ദർഭവും ആയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. അത് ഭരണാധികാരികളാണ് ചിന്തിക്കേണ്ടത്. ഇൽമു കൊണ്ടുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിലെ ശത്രുക്കൾ, ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന ആരോപണങ്ങൾക്കും, അതുപോലെ സുന്നത്തിന്റെ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പരിഹസിച്ചുകൊണ്ടും, അതുപോലെ ശരിയായ അഖീദ അതിനെ വിമർശിച്ചുകൊണ്ടും പറയുന്ന ബാത്തിലുകൾക്ക്, അബദ്ധങ്ങൾക്ക് മറുപടി കൊടുക്കുക, അതും ജിഹാദാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, വളരെ ഒറ്റപ്പെട്ട ആളുകൾക്ക് മാത്രം കഴിയുന്ന ജിഹാദാണ്. സാധാരണക്കാർക്ക് കഴിയാത്ത, ആയുധം കൊണ്ട് ജിഹാദ് ചെയ്യുന്നവർക്ക് പോലും സാധിക്കാത്ത ജിഹാദാണ് ഇൽമു കൊണ്ടുള്ള ജിഹാദ് എന്ന് പറയുന്നത്. അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാരെല്ലാം, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉലമാക്കളെല്ലാം ഏകോപിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അത് ഇൽമു കൊണ്ട് ജിഹാദ് ചെയ്യേണ്ട കാലമാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നത്തെ അവസ്ഥ അത് ഇൽമു കൊണ്ട് ജിഹാദ് ചെയ്യാൻ ആവശ്യമായ അവസ്ഥയാണ്. കാരണം ആയുധം കൊണ്ടുള്ള ജിഹാദിനുള്ള ശക്തിയില്ല. അതോടൊപ്പം ഇൽമിന്റെ കുറവ് കൊണ്ട് ഈ ആയുധം കൊണ്ടുള്ള ജിഹാദ് ഉണ്ടായാൽ പോലും അതിൽ ഒരു നിലക്കും വിജയിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ദീനിയായ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ പോയ സഹാബത്ത് ഒരു മാസിയത്തിന്റെ പേരിൽ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടു. നമുക്കറിയാം ഇന്ന് എത്ര മാസിയത്ത് മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്നുണ്ട്. മുസ്ലിം ഉമ്മത്ത് പോട്ടെ, ഉമ്മത്തിലെ ഓരോ മെമ്പർമാരായ നമ്മൾ ഓരോരുത്തരും ഒരു ദിവസം എത്ര മാസിയത്തിൽ ചെയ്യുന്നു. അപ്പൊ ഈ പാപങ്ങളുടെ ഭാണ്ഡവുമായി യുദ്ധത്തിന് പുറപ്പെട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഈ പാപങ്ങളും വിദ്യാർത്ഥികളും ദലാലത്തുകളും ഇതൊക്കെ പരിഹരിക്കാനുള്ള
ഇൽമു കൊണ്ടുള്ള ജിഹാദാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ ആവശ്യമെന്ന് പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുള്ള കാര്യങ്ങൾ. അടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അലാ ഉഖ്ബിറുക ബിമിലാഹി ദാലിക കുല്ലി, ഈ പറഞ്ഞ എല്ലാ സംഗതികളും എളുപ്പമാക്കി തരുന്ന, ഇതൊക്കെ നിനക്ക് സ്വന്തമാക്കി തരാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞു. ഖുൽതു ബല, ഞാൻ പറഞ്ഞു അതെ. ഫഅഖദ ബിലിസാനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാവ് പിടിച്ചു കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, തകുഫു അലൈക ഹാദ, ഇത് നീ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു, നാവ് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു. ഖുൽതു യാ നബിയല്ലാഹ് വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ അതിനും നമുക്ക് ശിക്ഷയുണ്ടോ, അതിനെക്കുറിച്ചും വിചാരണയുണ്ടാകുമോ എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സകിലത്ക ഉമ്മുക യാ മുആദ്, സകിലത്ക ഉമ്മുക എന്ന് പറഞ്ഞാൽ നിന്റെ ഉമ്മാക്ക് നീ നഷ്ടപ്പെടട്ടെ, നീ മരിച്ചു പോകട്ടെ എന്നാണ് അതിന്റെ ബാഹ്യമായ അർത്ഥം. പക്ഷെ അറബികൾ ചില വാക്കുകൾ അതിന്റെ ബാഹ്യമായ അർത്ഥം ഉദ്ദേശിക്കാതെ അവരുടെ വായിൽ ഒരു പ്രയോഗമായി മറ്റൊരർത്ഥത്തിൽ അത് വന്നുകൊണ്ടിരിക്കും. അതിൽപ്പെട്ട ഒരു വാക്കാണ് സകിലത്ക ഉമ്മുക എന്ന് പറയുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അങ്ങനെ വിശ്വാസം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? വഹൽ യകുഫു നാസ അലാ വുജൂഹിഹിം ഫിന്നാരി ഇല്ലാ ഹസാഇദു അൽസനതി, നാവ് കൊണ്ട് സമ്പാദിച്ചു കൂട്ടുന്ന പ്രവൃത്തികൾ അതല്ലാതെ മറ്റെന്താണ് ആളുകളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്? അഥവാ നരകത്തിലെത്താനുള്ള വലിയൊരു മാർഗമാണ് നാവ് എന്ന് പറയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാകുമെന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നാവ് കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈ ഹദീസില് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് ഓരോന്നും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തലാണ് നമുക്ക് ആവശ്യം. നോമ്പിനെ കുറിച്ച് പറഞ്ഞു, സദഖയെ കുറിച്ച് പറഞ്ഞു, ഖിയാമുൽ ലൈലിനെ കുറിച്ച് പറഞ്ഞു. ഈ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് അതുകൊണ്ട് അനിവാര്യമാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഖദ് സഅൽത അൻ അദീം, നീ ചോദിച്ചത് വലിയൊരു കാര്യമാണ്. കാരണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ കാര്യമില്ല. അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്യാൻ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ ഈ ഹദീസിലുള്ള ഒരു ഫായിദ, അഖീദയുമായി ബന്ധപ്പെട്ട ഒരു മസാല ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. നമുക്കറിയാം ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നാണ് അഹ്ലുൽ സുന്നത്തിന്റെ അഖീദ. അത് നിഷേധിക്കുന്ന വിദ്യാർത്ഥിയുടെ കക്ഷികളുണ്ട്. അവർ പറയുന്നത് എന്താണ്? ഖുർആൻ അള്ളാഹിന്റെ കലാം തന്നെയാണ്, പക്ഷെ കലാം എന്ന് പറഞ്ഞാൽ ശബ്ദമില്ല. കലാമുൻ നഫ്സി, ഉള്ളിലുള്ള ഒരു സംസാരം, ഒരാശയം, അതിന് ശബ്ദമോ അക്ഷരങ്ങളോ ഇല്ല എന്ന് പറയുന്ന കക്ഷികളുണ്ട്. അവർക്കുള്ള ഒരു മറുപടി ഹദീസിലുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ മുആദ് ബിൻ ജബലിനോട് നാവ് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചത് എന്താണ്? ഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, നമ്മുടെ കലാം കാരണം നമുക്ക് ശിക്ഷയുണ്ടാകുന്നു. അപ്പൊ നാവിൽ നിന്ന് പുറത്തു വരുന്ന സാധനത്താണ് കലാം എന്ന് പറയുന്നത് എന്ന് ഇതൊന്ന് മനസ്സിലാക്കാം എന്ന് ചില പണ്ഡിതന്മാരെ സൂചിപ്പിച്ചത് കാണാൻ സാധിക്കും. ഇത്രയുമാണ് ഈ ഹദീസിന്റെ ആശയങ്ങൾ. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കേട്ടതും പറഞ്ഞതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരമുള്ളതാക്കി മാറ്റി മാറാകട്ടെ. നമ്മുടെ ഇൽമ് അനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.